മക്രോണി ഉണ്ടാക്കിയാലോ എന്ന വരി. ആദ്യത്തിന് ഇതിന് വേണ്ടത് 2 തക്കാളിയാണ്. അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 2 ഉള്ളിയാണ്. അതും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. അതും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെക്കാം. പിന്നെ അടുപ്പത്ത് പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിലോട്ട് മക്രോണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതാണ് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വേറൊരു പാത്രം അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞ് വെച്ച ഉള്ളി അതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും പിന്നെ അതേപോലെ തന്നെ മുളകും പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മസാലേൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്ന് സൈഡിലേക്ക് നീക്കി കൊടുത്തതിന് ശേഷം 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മസാലയും കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് സോയാ സോസും പിന്നെ തക്കാളി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കതിലോട്ട് വേവിച്ച് വെച്ച മക്രോണി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ആ മസാല എത്തുന്നവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഫൈനലിൽ ഞാൻ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റാണ് കറിവേപ്പില ഇടൽ. പിന്നെ നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ചൂടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീട്ടിലുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് സപ്പോർട്ട് ചെയ്യുക. ബൈ.